Hello friends, welcome to Earnest Academy. Airport Authority of India Junior Executive Air Traffic Control എന്ന പോസ്റ്റിലേക്ക് 300-ലധികം വേക്കൻസികളുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. പിന്നീട് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നോട്ടിഫിക്കേഷന്റെ നമ്മുടെ ഈ വീഡിയോ മാത്രം പോരാ, കൃത്യമായി നോട്ടിഫിക്കേഷൻ എല്ലാവരും വായിച്ചിരിക്കണം. PDF നമ്മുടെ Earnest Academyയുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കൃത്യമായി എല്ലാവരും ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ നമുക്ക് ആദ്യം തന്നെ കാര്യമായി നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ 8/2022 വിളിച്ചേക്കുന്നത്. നോട്ടിഫിക്കേഷൻ 4 പോസ്റ്റിൽ വിളിച്ചിട്ടുണ്ട്. ശരിക്കും മാനേജർ ഒഫീഷ്യൽ ലാംഗ്വേജ്, ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ, ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ്, സീനിയർ അസിസ്റ്റന്റ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഈ ഒഫീഷ്യൽ ലാംഗ്വേജുകൾ ഹിന്ദി ഓർ ഇംഗ്ലീഷ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കാര്യമായി പറയുന്നില്ല. നമുക്ക് നോക്കാനുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ ആണ്. പോസ്റ്റ് കോഡ് 2. 356 പോസ്റ്റുകളാണ് വിളിച്ചേക്കുന്നത്. വളരെ വലിയൊരു വേക്കൻസി തന്നെയാണ്. അത് ജനറൽ കാറ്റഗറി 135, EWS 35, OBC NCL 96, SC 53, ST 27, PWBD കാൻഡിഡേറ്റ്സ് 3 പേർക്കുമാണ് അവസരം ലഭിക്കുക. ഈ വേക്കൻസികൾ ടെന്റേറ്റീവ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഓർക്കേണ്ടത് സയൻസ്, BSc സയൻസ് ഡിഗ്രി ഉള്ള, ഫിസിക്സും മാത്സും പഠിച്ചിട്ട് BSc സയൻസ് ഡിഗ്രി ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അത് ഏത് ഡിസിപ്ലിൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എല്ലാ Btech ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ളവരായിരിക്കണം. ഫസ്റ്റ് ഇയറിൽ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സെമ്മില് എഞ്ചിനീയറിംഗ് ഫിസിക്സും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും പഠിച്ചിട്ടുള്ള എല്ലാ Btech ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം, ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷിൽ 10+2 സ്റ്റാൻഡേർഡ്, അതായത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും, ഇങ്ങനെ 3ലും ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി നിങ്ങൾക്കുണ്ടായിരിക്കണം. അതൊരു വോയിസ് ടെസ്റ്റ് ഒക്കെ വരും, അവിടെയാണ് അതിൻ്റെ ഒരു സ്കിൽ ടെസ്റ്റ് നിങ്ങളെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോ എക്സ്പീരിയൻസ് നീഡഡ്. എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ടാത്തൊരു പോസ്റ്റാണ്. ഫ്രഷേഴ്സിനെല്ലാം തന്നെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. നമ്മുടെ ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് 27 വയസ്സാണ്. അത് നോക്കുന്ന ഡേറ്റ് 2023 ജാനുവരി 21 കേട്ടോ. അപ്പൊ ജാനുവരി 21 നിങ്ങൾക്ക് 27 വയസ്സായിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അന്നത്തെ ഡേറ്റിനനുസരിച്ച് വേണം നോക്കാൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻട്രൽ ഗവൺമെന്റിന്റെ റിസർവേഷൻ കിട്ടുന്ന എല്ലാ കാറ്റഗറീസിനും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ആ ഏജ് റിലാക്സേഷൻ ഇവിടെയും ബാധകമായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് 22-ാം തീയതി ഡിസംബർ 22-നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് ജാനുവരി 21 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. www.aai.aero എന്ന് പറയുന്ന ഈ സൈറ്റിൽ കൂടി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പേ സ്കെയിലാണ്. വളരെ ആകർഷണീയമായ ഒരു പേ സ്കെയിൽ തന്നെയാണ് ജൂനിയർ എക്സിക്യൂട്ടീവിനുള്ളത്. ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 40,000 വിത്ത് അലവൻസുകൾ എല്ലാം കൂടി വരുമ്പോൾ 12 lakh പെർ ആനം വരുന്ന പോസ്റ്റാണ്. അതായത് ഓൾമോസ്റ്റ് 1 lakh പെർ മന്ത് കിട്ടുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചുകളിയല്ല. സോ എല്ലാവരും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നോട്ടിഫിക്കേഷനിൽ കാര്യമായി ഒന്നും പറയുന്നില്ല. ആകെ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇമെയിൽ ID-യിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, there will not be any നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തൊരു എക്സാമാണ് AIയുടെ ATC എക്സാം. ഓൺലൈൻ എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വോയിസ് ടെസ്റ്റ് വരുന്നുണ്ട്. ദെൻ ടെസ്റ്റ് ഫോർ കൺസംഷൻ ഓഫ് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ, അത് ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട്. അതായത് ഡ്രഗ് യൂസുകളൊന്നും ഇല്ല, അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്കില്ല എന്നുള്ളതോടെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സാം ക്രൈറ്റീരിയ അല്ലെങ്കിൽ എക്സാം പാറ്റേൺ കൃത്യമായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. ബട്ട് സ്ഥിരമായി നമ്മുടെ ജൂനിയർ എക്സിക്യൂട്ടീവ് ATCക്ക് വരുന്ന പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ക്വസ്റ്റ്യൻ ആയിരിക്കും. 120 ക്വസ്റ്റ്യനിൽ 60 ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങും ഒക്കെ ആയിരിക്കും. 60 ക്വസ്റ്റ്യൻ ഫിസിക്സും മാത്സും കൂടെ ആയിരിക്കും. അതും ഈക്വലി ഡിവൈഡ് ചെയ്ത് 30 ക്വസ്റ്റ്യൻ ഫിസിക്സും 30 ക്വസ്റ്റ്യൻ മാത്സ്.
ഇത്തരത്തിലാണ് പോകുന്നത്. ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. ലൈക്ക് ഒരു 3 to 4 months ബാക്ക് ഒന്ന് വിളിച്ചതേ ഉള്ളായിരുന്നു. അന്ന് 400 വേക്കൻസിയിൽ വിളിച്ച് അതിന്റെ പ്രോസസിംഗ് റിസൾട്ടും കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതൊരു നല്ല അവസരമാണ്. കാരണം ഓൾറെഡി നിങ്ങൾ സിലബസ് ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലീഗൽ മെട്രോളജി, ഇൻസ്പെക്ടർ ഇൻ ലീഗൽ മെട്രോളജിയുടെ സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സോ അത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതും അതിന്റെ കൂടെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം. പിന്നീട് ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ വിളിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ റിക്രൂട്ട്മെന്റ് നടക്കാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ വീണ്ടും മേ ബി വിളിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇതിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനൊക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാക്കി എന്തെങ്കിലും നോട്ടിഫിക്കേഷനിലെ ഡീറ്റെയിൽസിനെ കുറിച്ചോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ ഇൻസ്പെക്ടർ ഇൻ ലീഗൽ മെട്രോളജിയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ തീർച്ചയായും ഈ JEATCയുടെ പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.